ഹലോ കൂട്ടുകാരെ, നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. നമുക്ക് മഷ്റൂം ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങുക. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ഓയിലോ വെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. ഓയിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ആ താഴത്തെ ബൾബ് പോലുള്ളതുണ്ട്, ഉള്ളി പോലെ ഇരിക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും സ്പ്രിംഗ് ഒനിയൻ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ സവാളയുടെ ഫ്ലേവർ കിട്ടിയാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത്, നല്ല വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ അതിൻ്റെ പച്ചച്ചൊവ മാറുന്നിടം വരെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നത്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിയാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് വെന്ത് വരണം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മഷ്റൂമിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരുവേ. ആ വെള്ളമൊക്കെ ഒന്ന് വാഴുന്നതിന് ശേഷം വേണം അതിനകത്തേക്ക് സോയാ സോസും കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സോസിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. കൈ വിടാതെ തന്നെ വഴറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സോസിൻ്റെയൊക്കെ ചുവ മാറിപ്പോവും. അപ്പോൾ സോസിൻ്റെയൊക്കെ ഒരു മണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് വേവിച്ചത്, ഉപ്പിട്ട് വേവിച്ച ബസ്മതി റൈസാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചോറൊക്കെ. അതിനുശേഷം അതിനകത്തേക്ക് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ഒനിയനൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റൈസൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ എന്തായാലും കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.